പാസ്സാവാൻ ബുദ്ധിമുട്ടല്ല, നമുക്ക് ക്ലിനിക്കൽ വർക്കും കൂടി അതിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. തിയറിന്റെ അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് ഡെന്റിസ്ട്രിയിൽ ക്ലിനിക്കൽ ഏരിയ എന്നുള്ളത്. ബേസിക്കലി പറയുകയാണെങ്കിൽ കുറെ കൺഫ്യൂഷൻസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ്. BDS നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത് MBBS സബ്ജക്ട്സിന്റെ കൂടെ തന്നെ ഡെന്റിസ്ട്രിയിലൂടെ കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ട് തന്നെ ഏരിയയിലുള്ള കുറച്ച് സബ്ജക്ട്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അക്കാഡമിക്കലി നോക്കുകയാണെങ്കിൽ ഒരു തേർഡ് ഇയർ വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, മെഡിക്കൽ സബ്ജക്ട്സിന്റെ കൂടെ തന്നെ ഡെന്റൽ പഠിച്ച് ഫൈനൽ ഇയർ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്ക്ലൂസീവ്ലി ഡെന്റിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സുകൾ പഠിക്കുന്നു എന്നുള്ളതാണ് ഒരു അക്കാഡമിക് ഡിഫറൻസ് ഉള്ളത്. കുറെ കുട്ടികൾക്കുള്ള കൺഫ്യൂഷൻ, BDSലേക്ക് പോയി കഴിഞ്ഞാൽ BDS കഴിഞ്ഞു കഴിഞ്ഞാലുള്ള സാലറി ലോ ആണ്. എന്താണ് ആഷിഖ് സാറിന് കമന്റ് ചെയ്യാൻ? പ്യൂർലി നമ്മുടെ സ്കില്ല് ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ ഒരു സാലറി സ്കെയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കുറച്ചും കൂടി സർജിക്കൽ സ്കില്ല് ആയതുകൊണ്ട് തന്നെ അത് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാനുള്ള ഒരു സമയം ഡെഫിനറ്റ്ലി ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ടൂത്ത് സ്പെയർ എന്നുള്ള ഒരു ഇവന്റ് എക്സ്ക്ലൂസീവ്ലി BDS ജോയിൻ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു ഹാഫ് ഡേ ഇവന്റ് ആണ്. രാവിലെ 9 മണി മുതൽ 1 മണി വരെ ഓഫ്ലൈൻ ആയിട്ടുള്ള ഇവന്റ് ആണ്. അതിൽ പ്രാക്ടീസിംഗ് ആയിട്ടുള്ള ഡെന്റിസ്റ്റുകൾ വാട്ട് ഈസ് ആക്ച്വലി എന്താണ് BDS നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ സ്റ്റുഡൻസിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. എന്താണ് അറിയാണ്ട് വന്ന് പെട്ടുപോകുന്ന ആളുകളുണ്ട്. ഓഫ് കോഴ്സ് അതിലൊരു 80 അല്ലെങ്കിൽ 70% ആൾക്കാരും BDS എന്താണെന്ന് അറിയാണ്ട് എടുക്കുന്ന ആൾക്കാരാണ്. വേണമെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അവോയ്ഡ് ചെയ്യാനോ അത് യൂസ്ഫുൾ ആവും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അല്ലാണ്ട് നമ്മൾ പറഞ്ഞ പോലെ പകുതി ഹാഫ് മൈൻഡഡ് ആയിട്ട് വരുന്നതൊക്കെ നല്ലത് എടുക്കാൻ താല്പര്യമുള്ളവന് എടുക്കുക, അല്ലാത്തവന് വേറൊരു മേഖലയിലോട്ട് പോയി എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്.